മുൻപ് ബി ഫാമിലിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിൽ ബീയിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബീയിങ്. അതിനു മുൻപ് ബീനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ബി എന്നത് ബേസ് ഫോം ആണ്. പ്രസൻറ്റിൽ ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. പാസ്റ്റിൽ വാസ് ഓർ വെർ. ബിയുടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ബീയിങ്. ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബീൻ. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. കാണാത്തവർ അതുകൂടി കണ്ടിട്ട് ബീയിങ് കണ്ടാൽ ബീനെ കുറിച്ച് കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ലിങ്ക് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബീയിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരാളുടെ താൽക്കാലിക സ്വഭാവത്തെക്കുറിച്ച് പറയാൻ ബീയിങ് ഉപയോഗിക്കാം. താൽക്കാലിക സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന മൊമെൻറ്റിലുള്ള ഒരാളുടെ സ്വഭാവം. എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ബീങ് ക്വൈറ്റ് റൂഡ് ടുഡേ. ഷീ ഈസ് ബീങ് ക്വൈറ്റ് റൂഡ് ടുഡേ. അവൾ ഇന്ന് വളരെ റൂഡായിട്ടാണ് പെരുമാറുന്നത്. അതായത് യൂഷ്വലി അവൾ അത്ര റൂഡല്ല, പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് കുറച്ച് റൂഡായിട്ടാണ് പെരുമാറുന്നത്. ഹീ ഈസ് ബീങ് ക്വൈറ്റ് ടോക്കറ്റീവ് ടുഡേ. ഹീ ഈസ് ബീങ് ക്വൈറ്റ് ടോക്കറ്റീവ് ടുഡേ. അവൻ ഇന്ന് വളരെയധികം സംസാരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ സാധാരണ ഇത്രയും സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ ഇന്ന് എന്തോ കുറച്ചധികം സംസാരിക്കുന്നുണ്ട്. വൈ ആർ യു ബീങ് സോ കെയർലെസ്? വൈ ആർ യു ബീങ് സോ കെയർലെസ്? സാധാരണ അത്ര കെയർലെസ് ആവുന്ന ആളല്ല, പക്ഷെ ഇന്ന് എന്തോ കുറച്ച് കെയർലെസ് ആണ്. അപ്പോൾ സ്ഥിരമായുള്ള ഒരാളുടെ ബിഹേവിയർ അല്ല, താൽക്കാലികമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അയാളുടെ ബിഹേവിയർ എങ്ങനെയാണോ അതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. ഇനി പാസീവ് വോയിസിൽ ബീയിങ് ഉപയോഗിക്കാം. ആദ്യം ഞാൻ എക്സാമ്പിൾ പറയാം. രാഹുൽ ഇസ് റൈറ്റിംഗ് എ നോവൽ. രാഹുൽ ഇസ് റൈറ്റിംഗ് എ നോവൽ. രാഹുൽ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഹുൽ എന്നത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെൻറ്റൻസുമാണ്. ഇനി ചില സമയത്ത് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടല്ലേ. രാഹുൽ എന്താണ് എഴുതുന്നത്? എ നോവൽ, ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ രാഹുൽ എന്ന് പറയാം. എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ രാഹുൽ. ഇവിടെ നോവലിനാണ് പ്രാധാന്യം, ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകണമെങ്കിൽ നമുക്ക് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഒരു സെൻറ്റൻസ് കൂടി പറയാം. They were watching a magic show. They were watching a magic show. അവരൊരു മാജിക് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ they എന്നത് സബ്ജക്റ്റും എ മാജിക് ഷോ എന്നത് ഒബ്ജക്റ്റുമാണ്. ഇനി ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എഴുതുമ്പോൾ എ മാജിക് ഷോ വാസ് ബീയിങ് വാച്ച്ഡ് ബൈ ദം. എ മാജിക് ഷോ വാസ് ബീയിങ് വാച്ച്ഡ് ബൈ ദം. ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ വാസ് ഉപയോഗിക്കാം. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്നീ ടെൻസുകളിലുള്ള സെൻറ്റൻസുകളെ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ബീയിങ് ഉപയോഗിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ സിംഗുലർ ആണെങ്കിൽ ഈസും പ്ലൂറൽ ആണെങ്കിൽ ആറും ഉപയോഗിക്കാം. പാസ്റ്റ് കണ്ടിന്യൂസിൽ സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വേറും ഉപയോഗിക്കാം. ഇനി ബീയിങ് ഒരു ജെറൻഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ജെറൻഡ് എന്ന് പറയുമ്പോൾ ഒരു വേർബ് ഫോം ആയിരിക്കും, എന്നാൽ നൗണായിട്ട് ആക്ട് ചെയ്യുന്ന വേർഡ്സുകളായിരിക്കും. എക്സാമ്പിൾസ് നോക്കാം. ബീയിങ് കൈൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബീയിങ് കൈൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദയവുള്ളവനായിരിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബീയിങ് എ മദർ ഇസ് ടഫ്. ബീയിങ് എ മദർ ഇസ് ടഫ്. അമ്മയായിരിക്കുക എന്നുള്ളത് ടഫാണ്. ബീയിങ് ഓണസ്റ്റ് ഇസ് ഓൾവേസ് ദ ബെസ്റ്റ് പോളിസി. ബീയിങ് ഓണസ്റ്റ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധത പുലർത്തുക എന്നത് ഏറ്റവും നല്ല പോളിസിയാണ്. ഇവിടെയെല്ലാം ബീയിങ് എന്നത് ഒരു മെയിൻ വേർബ് ആയിട്ടല്ല, ഒരു ജെറൻഡ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ജെറൻഡ് ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുകയല്ല, മറിച്ച് ഒരു നൗണായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ബീയിങ് ഒരു പാർട്ടിസിപ്പിൾ ആയിട്ടും ഉപയോഗിക്കാം. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എ ഫോം ഓഫ് വെർബ്. പാർട്ടിസിപ്പിൾ ആ സെൻറ്റൻസിൽ ഒരു നൗണിനെയോ പ്രോനൗണിനെയോ അഡ്ജക്റ്റീവിനെയോ മോഡിഫൈ ചെയ്യും. ടു ബിയുടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ് ബീയിങ്. ഇത് കൂടുതലായും പ്രസൻറ്റിലെ ഒരു കണ്ടിന്യൂസ് ആക്ഷനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കാം.
Being tired, he decided to go to bed early. Being tired, he decided to go to bed early. ഇവിടെ ബീയിങ് ടയേർഡ് എന്നത് ഒരു അഡ്ജക്റ്റീവിയൽ ഫ്രേസ് ആണ്. ഇത് സബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യുന്നു, അതായത് ഹി എന്ന സബ്ജക്റ്റിനെ. ഇവിടെ മെയിൻ ആക്ഷൻ ഡിസൈഡഡ് എന്നതാണ്. അതായത് ബീയിങ് ടയേർഡ് എന്നത് ഒരു എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്, വൈ ഹി മേഡ് ദ ഡിസിഷൻ ടു ഗോ ടു ബെഡ് ഏർലി എന്നതിന്. ഇതുപോലെയുള്ള 1-2 സെൻറ്റൻസുകൾ കൂടി ഞാൻ പറയാം. ബീയിങ് റിച്ച്, മൈ ബ്രദർ ഡസൻറ്റ് കെയർ ഫോർ മണി. ബീയിങ് റിച്ച്, മൈ ബ്രദർ ഡസൻറ്റ് കെയർ ഫോർ മണി. ബീയിങ് സ്കെയർഡ് ഓഫ് ഡോഗ്സ്, ഐ ഡോണ്ട് ബ്രിങ് എ ഡോഗ് ടു മൈ ഹൗസ്. ഇവിടെയെല്ലാം ബീയിങ് ഒരു പാർട്ടിസിപ്പിൾ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാർട്ടിസിപ്പിൾ കൂടുതലായും ഒരു നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ കൂടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ബീയിങ്ങിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ താൽക്കാലിക സ്വഭാവം പറയാനായിട്ട് ബീയിങ് ഉപയോഗിക്കാം. ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പാസീവ് വോയിസിലേക്ക് പറയുന്ന സെൻറ്റൻസുകളിൽ കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. ജെറണ്ടായിട്ട് ബീയിങ് ഉപയോഗിക്കുന്നുണ്ട്, പാർട്ടിസിപ്പിളായിട്ടും ബീയിങ് ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.